വെൽക്കം ടു വി ലേണിംഗ്സ്. ഇന്ന് നമ്മൾ +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ഭാഗമാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്ക്. ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്, ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ്, ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഇതില് എന്താണ് ഒരു ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഒരു ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് നോക്കാം. നോക്ക്, ഒരു മീഡിയത്തിന്റെ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നത് ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയും വാക്യൂമിന്റെ പെർമിറ്റിവിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. ഓക്കെ, okay, the dielectric constant of a medium is the ratio of the permittivity of vacuum. Permittivity of constant of medium is the permittivity ratio of the permittivity of the medium to the permittivity of vacuum. എന്താ പറയുന്നത്? നോക്ക്, ഒരു മീഡിയത്തിന്റെ, നോക്ക്, ഒരു മാധ്യമത്തിന്റെ, ഏതൊരു മാധ്യമത്തിന്റെയും ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ആ ഒരു വസ്തുവിന്റെ റേഷ്യോ ആണ്, അല്ലെ? മീഡിയവും, നോക്ക്, മീഡിയത്തിൽ എത്ര പെർമിറ്റിവിറ്റി ഉണ്ട്, അതുപോലെ വാക്യൂമിൽ എത്ര പെർമിറ്റിവിറ്റി ഉണ്ട്. വാക്യൂമിൽ അത് എങ്ങനെ പോകും, അതുപോലെ മീഡിയത്തിൽ അത് എങ്ങനെ കടന്നു പോകും. ഈ രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള റേഷ്യോ ആണ്, ഓക്കെ, റേഷ്യോ ആണ് എന്ത്? ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു മീഡിയം ഇലക്ട്രിക് ഫോഴ്സിനെ എത്രമാത്രം എഫക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? ഒരു മീഡിയം ഇലക്ട്രിക് ഫോഴ്സിനെ എത്രമാത്രം എഫക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഈ പറയുന്ന ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി എന്താണ് അതിന്റെ ഫോർമുല? നോക്ക്, അതിന്റെ ഫോർമുല എന്താണ്? നോക്ക്, എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0, അല്ലെ? പെർമിറ്റിവിറ്റിന്റെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, നോക്ക്, ഇതില് എപ്സിലോൺ ആർ എന്ന് പറയുന്നത് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. എന്താണ്? ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. ഇതില് എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ആണ്. എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ആണ്. ഓക്കെ, ഇനി എന്താണ് എപ്സിലോൺ 0? ഓക്കെ,
എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞാൽ വാക്യൂമിലുള്ള പെർമിറ്റിവിറ്റി. എന്താണ്? വാക്യൂമിലുള്ള പെർമിറ്റിവിറ്റി. ഓക്കെ, പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം കടത്തി വിടുന്നുള്ളതാണ്. അപ്പൊ വാക്യൂമിലുള്ള പെർമിറ്റിവിറ്റി കേട്ടോ. എന്താണ് എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞാൽ? എന്താണ്? വാക്യൂമിലുള്ള പെർമിറ്റിവിറ്റി. ഓക്കെ, നോക്കൂ, ഇവിടെ എപ്സിലോൺ ആർ ആണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഓക്കെ, ഈ ഒരു സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എപ്സിലോണിനെ വാക്യൂമിന്റെ പെർമിറ്റിവിറ്റി എപ്സിലോൺ സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഈ പറയുന്ന എപ്സിലോൺ ആർ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് നമുക്ക് കിട്ടും. ഓക്കെ, എന്താണ് നോക്ക്, ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഓക്കെ, ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഈക്വൽ ടു പെർമിറ്റിവിറ്റി. ഓക്കെ, പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് വാക്യൂം. ഓക്കെ, എന്താ പറയുന്നത്? അതായത് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് കിട്ടണമെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയത്തിനെ പെർമിറ്റിവിറ്റി ഓഫ് വാക്യൂം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്ക്, നെക്സ്റ്റ് ഫോർമുല എന്താണ്? ഫോർമുല ഫോർ ഫോഴ്സ് ഇൻ എ മീഡിയം. എന്താണ് ഫോർമുല ഫോർ ഫോഴ്സ് ഇൻ എ മീഡിയം? ജസ്റ്റ് പൗസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. നമുക്ക് ഫോർമുല ഫോർ force in a medium എന്താണ് നോക്കാം. നമ്മള് മറ്റേ ഇവിടെ ചെയ്ത അതേ കാര്യം. അതായത് നോക്ക്, എയറിൽ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ഫെയർ ആണ്. ആ ചാർജസിനെ ഒരു ഡൈ ഇലക്ട്രിക് മീഡിയത്തിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, ആ ന്യൂ ഫോഴ്സ് ആണ് എഫ് മീഡിയം. ഓക്കെ, ആ ന്യൂ ഫോഴ്സ് ആണ് എന്ത്? എഫ് മീഡിയം. ഓക്കെ, നോക്കിക്കോ, നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഇങ്ങനെ വരും. നോക്ക്, എഫ് മീഡിയം equal to F air divided by epsilon R എന്ന് വരും. ഓക്കെ, ഇവിടെ എഫ് എയർ എന്ന് പറയുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ് ഇൻ എയർ അല്ലേ? എന്താണ്? രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സിനെയാണ് നമ്മൾ ഇവിടെ എഫ് എയർ എന്ന് പറയുന്നത്. ഓക്കെ, എയറിലുള്ള രണ്ട് ഫോഴ്സസ് തമ്മിലുള്ള ചാർജസ്. ഓക്കെ, എയറിലുള്ള രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ്, അതിനെയാണ് എഫ് എയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നോക്ക്, എഫ് മീഡിയം എന്താണ്? എഫ് മീഡിയം എന്താണ്? ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ് ഇൻ മീഡിയം. എന്താണ്? ഫോഴ്സ് between charges in medium. അതായത് ഏത് മാധ്യമത്തെയാണോ ഈ പറയുന്ന ചാർജസിനെ വച്ചിരിക്കുന്നത്, അത് ആ മീഡിയത്തിലുള്ള രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ആണ് എഫ് മീഡിയം. ഓക്കെ, മീഡിയത്തിലുള്ള രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണ് എഫ് മീഡിയം. ഓക്കെ, നോക്ക്, a medium having higher dielectric constant reduces the electrostatic force between charges. എന്താ പറയുന്നത്? അതായത് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് കൂടിയ മീഡിയം ആണെങ്കിൽ ചാർജസ് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്
കുറയും. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് കൂടിയ മീഡിയം ആണെങ്കിൽ, ഓക്കെ, അതായത് എപ്സിലോൺ ആർ കൂടുകയാണെങ്കിൽ നമ്മുടെ ആര് കുറയും? ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കുറയും എന്നാണ് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്, ഓക്കെ, നമുക്ക് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് കുറയുകയാണെങ്കിൽ, അല്ല കൂടുകയാണെങ്കിൽ എന്ത് കുറയും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓക്കെ, എന്താ സംഭവം? ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് വലുതായ മീഡിയത്തിന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കുറയും. സോ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റും ഫോഴ്സും ഇൻവേഴ്സ് റിലേഷൻഷിപ്പിലാണ്. എന്താണ്? ഒന്ന് കൂടിയ മറ്റേത് കുറയും. ഇൻവേഴ്സ് റിലേഷൻഷിപ്പിലാണ് ഉള്ളത്. ഒരു മീഡിയത്തിന്റെ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് കൂടുമ്പോൾ ചാർജ് തമ്മിലുള്ള ഫോഴ്സ് കുറയും. ഒരു മീഡിയത്തിന്റെ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് കുറയുമ്പോൾ എന്ത് ചെയ്യും? രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. രണ്ട് ചാർജുകളിൽ തമ്മിലുള്ള ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് ഒരു എക്സാമ്പിൾ കേട്ടാ. എന്താണ്? വാട്ടർ. നോക്കാം എന്താണ് വാട്ടറിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. വാട്ടർ അല്ലെ, നമ്മുടെ എക്സാമ്പിൾ ആണ് വാട്ടർ. എന്താ സംഭവിക്കുന്നത്? വാട്ടറിന് വളരെ ഹൈ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. വാട്ടറിന്റെ എപ്സിലോൺ ആർ അല്ലെങ്കിൽ ഈ പറയുന്ന ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? വളരെ ഹൈ ആണ്. ഓക്കെ, എന്താണ്? ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് വെള്ളത്തിലുള്ള ഇലക്ട്രിക് ഫോഴ്സ് എന്ത് ചെയ്യും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ്? വളരെ ചെറുതാണ്. അതുകൊണ്ട് വെള്ളത്തിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ്? വളരെ കുറവാണ്. ഓക്കെ, നമുക്ക് എയറില് ഇത് രണ്ട് ചാർജസ് ആണ് വിചാരിക്കുക. ഓക്കെ, ഇത് രണ്ട് ചാർജസ് ആണ്. ഇതിന് എയറിൽ നോക്കുകയാണെങ്കിൽ എപ്സിലോൺ ആർ ലോ ആയിരിക്കും, ഫോഴ്സ് ഹൈ ആയിരിക്കും, ഇല്ലെങ്കിൽ മോർ ആയിരിക്കും. ഓക്കെ, ഫോഴ്സ് ഹൈയോ അല്ലെങ്കിൽ മോറോ ആയിരിക്കും. ഇനി നമുക്ക് വാട്ടറിൽ നോക്കുകയാണെങ്കിൽ എന്താ കഥ? വാട്ടറിൽ രണ്ട് ചാർജസ് ഉണ്ട് വിചാരിക്കുക. അങ്ങനെ രണ്ട് ചാർജസ് ഉണ്ടെങ്കിൽ വാട്ടറിലെ അവസ്ഥ എന്താണ്? വാട്ടറിൽ എപ്സിലോൺ ആർ എന്താണ്? അതായത് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് വളരെ ഹൈ ആണ്. അങ്ങനെ ഹൈ ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഫോഴ്സ് കുറയും. എന്ത് കുറയും? ഫോഴ്സ് കുറയും. ഓക്കെ, അത്രേ ഉള്ളൂ. അതായത് നമുക്ക് എപ്സിലോൺ ആർ കൂടുമ്പോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. എപ്സിലോൺ ആർ കൂടുമ്പോ എന്ത് ചെയ്യും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കുറയും. ഓക്കെ, അത്രേ ഉള്ളൂ. ഡൺ.